ബീജഗണപതി പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി മാത്രമല്ലേ കാണാറുള്ളൂ. ഇതിപ്പം ഈ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ബീജഗണപതി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്നത്. ബീജഗണപതി പ്രതിഷ്ഠ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരും ഉണ്ടായിരിക്കുമല്ലോ. ഞാനത് പറയാം. ആദ്യം ഈ ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായോ? ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ക്ഷേത്രം മനസ്സിലായി കാണും. ഇത് കോട്ടയം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഇപ്പം സമയം ഏതാണ്ട് 6:15 ഇവിടെ ദീപാരാധനയുടെ സമയം ആയി വരികയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഈ മതിലിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഉപദേവതാ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതാണ് അപ്പുറത്ത് കാണുന്നതൊക്കെ. സമയം ഏതാണ്ട് സന്ധ്യാറൊക്കെ ആയി. ഇവിടെയും ഈ ഉപദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ കുറേ അധികം ആൾക്കാരുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇവിടെയൊക്കെ തൊഴുത ശേഷം അകത്തോട്ട് കയറാം. ഈ ക്ഷേത്രത്തിലെ പൂജയുടെ ആവശ്യത്തിനൊക്കെയുള്ള ഈ പാലൊക്കെ ഇവിടുത്തെ പശുവിൻ്റെ തന്നെ കറന്നെടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ രാവിലെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പശുക്കൾ ഇതിലിങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാണാം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുമൊക്കെ നമ്മൾ നേരത്തെ വരുമ്പം കുറേ പശുക്കളെയും അതുപോലെ കിടാക്കളെയൊക്കെ കാണാറുണ്ട്. ഇപ്പം പക്ഷേ സന്ധ്യ ആയതുകൊണ്ടായിരിക്കാം പശുക്കളെയൊന്നും കാണുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ മള്ളിയൂർ മനയിൽ ഒരു കാരണവർ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണനായിരുന്നേ. അദ്ദേഹത്തിന് ഈ ദേശസഞ്ചാരത്തിനിടയ്ക്ക് ഒരു ഗണപതി വിഗ്രഹം കിട്ടി. ആ വിഗ്രഹത്തിന് 4 കൈകളും വലത്തോട്ട് തുമ്പിക്കൈ ചുരുട്ടി വച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ബീജ ഗണപതി വിഗ്രഹം ആയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ആ വിഗ്രഹത്തിന് പുറകിലെ വലത് കൈയിൽ മഴുവും പുറകിലെ ഇടത് കൈയിൽ കയറുമായിട്ടായിരുന്നു. അതുപോലെ തന്നെ മുന്നിലെ ഇടത് കൈയിൽ നാരങ്ങയും മുന്നിലെ വലത് കൈയിൽ ലഡുവും ധരിച്ച രീതിയിലായിരുന്നു ആ വിഗ്രഹം. അന്ന് ഈ കാരണവർ മള്ളിയൂർ മനയിലെ തേവാരപ്പുരയിലാണ് ഈ വിഗ്രഹത്തെ കുടിയിരുത്തിയത്. അങ്ങനെ ഈ കാരണവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി ഭഗവാന് തനിക്ക് പ്രത്യേകമായിട്ടൊരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കാരണവർ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടെ ഈ വിഗ്രഹം കുടിയിരുത്തുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് കാലാന്തരത്തിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രമായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ സാധാരണ നമ്മുടെ ഗണപതി സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണിവിടെ. ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ ശബ്ദമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ശബ്ദത്തെയാണ് ബീജമന്ത്രം എന്ന് വിളിക്കുന്നത്. ഈ ബീജ ഗണപതിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജം അല്ലെങ്കിൽ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂലമന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗണപതി എന്നത് വിഘ്നേശ്വരനെയും, അങ്ങനെയാണ് ബീജ ഗണപതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗണപതിയുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരു രൂപമായിട്ടാണ് ഈ ബീജ ഗണപതിയെ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓരോ ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിനും നമ്മുടെ ബിസിനസ്സുകളൊക്കെ മുമ്പോട്ട് പോകുന്നതിനും എല്ലാത്തിനും വളർച്ചയാണ്, മുമ്പോട്ടുള്ള വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ഈ ഭാവത്തിലുള്ള ഗണപതിയെ നമ്മൾ ആരാധിക്കുന്നത് വളരെ ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ ഇതുപോലെ ഈ ബീജ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഇത്രയും പ്രസിദ്ധമായത്. അതുപോലെ തന്നെ ഈ ഗണപതിക്ക് ഇവിടെ ബീജമന്ത്രവും ഉണ്ട് കേട്ടോ. ഓം ഗം ഗണപതയേ നമ, ഇതാണ് ഗണപതിയുടെ ബീജമന്ത്രം. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്ന് ഉദ്ദേശിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ശബ്ദം എന്നാണ്. ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയുടെ ബീജശബ്ദം അല്ലെങ്കിൽ ഗണപതിയുടെ ശക്തി. നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദനം അല്ലെങ്കിൽ നമസ്കാരം, അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇവിടെ ഇപ്പം ഈ ഉപദേവതാ ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പം ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ഇവിടെ ദീപാരാധന നടക്കുകയാണ്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് എടുക്കുന്നത്. ഇത് ഇപ്പം ഉപദേവതാ ക്ഷേത്രമാണ്, അവിടത്തെയാണ് ഇപ്പം ഈ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തെ തറകളൊക്കെ കണ്ടോ, നല്ല അതിമനോഹരമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എല്ലാം നല്ല ഗ്രാനൈറ്റ് പാളികളെല്ലാം പാകി നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ ആദ്യമേ ഞാനൊന്ന് കാണിച്ചായിരുന്നല്ലോ, അവിടെ കുറച്ചും കൂടെ ഇരുളായി, ലൈറ്റുകളെല്ലാം ഇട്ട് കഴിഞ്ഞ്, കാരണം സന്ധ്യ ആയിരിക്കുകയാണ്.
പുറത്തുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളാണ് ആ ദൂരെ കാണുന്നത്. ഞാൻ ആദ്യമേ അവിടം പോയിട്ടാണ് ഇപ്പം ഈ നിൽക്കുന്ന ഈ ഭാഗത്തോട്ട് വന്നിരിക്കുന്നത്. ഈ മള്ളിയൂർ ഈ മഹാഗണപതി ക്ഷേത്രം ഇത്രയും പ്രസിദ്ധമായതിൻ്റെ കാര്യം ഏതാണ്ട് ഇപ്പം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കാരണം ഇതുപോലെ ഈ ബീച്ച ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വളരെ വിരളമായിട്ടല്ലേ ഉള്ളൂ. ഇത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉള്ളതായിട്ട് അറിയാമെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ബീജ സങ്കല്പത്തിലുള്ള ഗണപതി ക്ഷേത്രങ്ങളൊക്കെ ഇതിവിടെ ഇങ്ങനെ ഒരു ബീജ സങ്കല്പത്തിലുള്ള ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം അതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ എങ്ങും തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ ഈ കാണുന്നത്. കാരണം അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി ഇങ്ങനെ താലോലിക്കുന്ന ഒരു ഗണപതി ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ അത് മറ്റെങ്ങും തന്നെ ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണുവാനും സാധിക്കത്തുള്ളൂ. കണ്ടോ, ഇത് ഗണപതി ഭഗവാന്റെ മടിയിലാണ് ഇങ്ങനെ അമ്പാടിക്കണ്ണനെ ഇങ്ങനെ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുക്കുന്നതാണ്. കണ്ടോ, അമ്പാടിക്കണ്ണൻ ഇങ്ങനെ മടിയിലിരിക്കുകയാണ് ഗണപതി ഭഗവാന്റെ. അത് മറ്റ് ക്ഷേത്രങ്ങളിലെങ്ങും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയൊരു ചിത്രങ്ങളോ ശിലകളോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഇവിടുന്ന് നമുക്ക് ഉണ്ണിയപ്പം, ഇവിടെ അപ്പമുണ്ട്, ഉണ്ണിയപ്പവും പിന്നെ അരോണയൊക്കെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ. ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെയാണ്. കണ്ടോ, ഈ കൗണ്ടറിൽ നിന്നാണ് അതെല്ലാം കൊടുക്കുന്നത്. അവിടെ എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ വാങ്ങിക്കുന്നുമുണ്ട്. ഇതെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ ആ മുൻഭാഗം തന്നെയാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നാളികേരം ഇങ്ങനെ ഉടയ്ക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ പൂജ ചെയ്ത് കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ ഒരുപാട് വന്ന് ഇതുപോലെ ഇങ്ങനെ നാളികേരം ഇങ്ങനെ ഉടയ്ക്കുകയാണ്. അത് 101, 501 ഇങ്ങനെ ഒരുപാട് നാളികേരമാണ് ഇവിടെ ഉടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാ ദ്രവ്യങ്ങളൊക്കെ, പൂക്കളെ, ചന്ദനത്തിരികളൊക്കെ അതെല്ലാം ഇവിടെ നിന്നാണ് ഭക്തജനങ്ങൾ അകത്തേക്ക് വാങ്ങിച്ച് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ കാണുന്ന ഇതെല്ലാം നെയ് വിളക്കുകളാണ്. ഇതിലെല്ലാം ഇങ്ങനെ നെയ്യ് ഒഴിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഈ ഗണപതി ഭഗവാന് ചാർത്തുവാനുള്ള മാലയ്ക്കായിട്ടാണ് ഈ നാരങ്ങ ഇതുപോലെ കോർത്ത് മാലയാക്കി ഇവിടെ വെക്കുന്നത്. ഇനിയിപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ പുറത്ത് ഇപ്പോൾ ഇവിടെ ഈ മള്ളിയൂർ തിരുമേനിയുടെ ജയന്തി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഭാഗവതാമൃത മഹാസത്രം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ ഈ വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ നല്ല തിളങ്ങി നിൽക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് കോട്ടയം ജില്ലയാണ്. ഇപ്പം സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങളും ഇവിടെ നിന്ന് മടങ്ങി പോകാൻ വേണ്ടി തുടങ്ങുകയാണ്.